എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കമൻറ്റുകൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ കമൻറ്റുകളൊക്കെ അയക്കുന്നത് പോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത് കേട്ടോ. അപ്പം നമുക്കിന്ന് ലളിതമായ ഒരു ഒഴിച്ചുകറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അതായത് മുരിങ്ങക്കായും അതിന് ചേരാൻ പാകത്തിന് ഒന്നോ രണ്ടോ ടൊമാറ്റോയും ചേർത്തുള്ള ഒരു തേങ്ങയരപ്പ് കറി, ഒഴിച്ചുകറി. അതിപ്പോൾ നമ്മൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം കൂട്ടാൻ പാകത്തിന് സഫീഷ്യൻ്റായിട്ട് വെക്കാൻ പാകത്തിനാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. മുരിങ്ങക്കായും ടൊമാറ്റോയും സവോളയൊക്കെ ചേർത്തുള്ള അത് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണാം ചെയ്യുമ്പോൾ ചേർത്തുള്ള ഒരു കറിയാണ്. മുരിങ്ങക്ക പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നാടൻ മുരിങ്ങക്കായാണെങ്കിൽ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അത് നല്ല ടേസ്റ്റായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ മുരിങ്ങക്കായ് വന്ന് കിട്ടിയതാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നു വിട്ട മുരിങ്ങക്കായാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. അപ്പം നമ്മൾ ഒരു ഒഴിച്ചുകറിയായിട്ട് തയ്യാറാക്കുവാണ്. കിച്ചണിലേക്ക് പോയി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. എല്ലാവർക്കും ഇത് കണ്ടു കഴിയുമ്പോൾ വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഗ്രേവിയും. ഒഴിച്ചുകറി ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഒഴിച്ചുകറി ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഈ ടൊമാറ്റോ ചേർക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പുള്ളത് കൊണ്ട് മുരിങ്ങക്കായിലേക്ക് അത് ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. നമുക്ക് മടുപ്പുണ്ടാവില്ല. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി ചെയ്താലോ? നിങ്ങളും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കിച്ചണിൽ വന്നോളൂ. നമുക്ക് ഒന്നിച്ച് തയ്യാറാക്കാം. മുരിങ്ങക്കായ കൂടുതൽ വേണം. ടൊമാറ്റോ 1 ഒണിയനും 1 ഇട്ടിട്ടുള്ള, പിന്നെ പച്ചമുളക് അരപ്പ് എല്ലാം ചേർത്തുള്ള ഒരു ഒഴിച്ചുകറി. അതിന് ഞാൻ ഒരു 3 മുരിങ്ങക്കായാണ് എടുത്തത്. മുരിങ്ങക്ക ക്ലീൻ ചെയ്തത് ജസ്റ്റ് ഒരു തണ്ട് വെച്ചിട്ടുണ്ടോ ഒന്ന് കാണിക്കാനായിട്ട്. ഒന്ന് കാണിച്ചേക്കാറ് കാണാലോ. ദേ ഇവിടെ നിക്കട്ടെ. ദേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാ ദേ കണ്ടോ? ദേ ഈ വശവും ദേ ഈ വശവും ദേ ഈ വശവും ഇങ്ങനെ പൊളിക്കും. എല്ലായിടവും പൊളിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ. ദേ ഇങ്ങനെ തൊണ്ടുള്ളയിടം ഒക്കെ അങ്ങനെ പൊളിക്കാം കേട്ടോ. അതിൻ്റെ എന്നിട്ട് ഇങ്ങനെ അത് അവനവൻ്റെ ആവശ്യത്തിൻ്റെ നീളത്തിന് ഇടുക. ഈ മുരിങ്ങക്കായ ഇന്നലെ അപ്പയുടെ പെങ്ങടെ അടുത്ത്, കൊച്ചമ്മായിയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് ഏഞ്ചിലേച്ചും കൊച്ചമ്മായും കൂടെ കൊടുത്തു വിട്ടതാട്ടോ. നല്ല നാടൻ മുരിങ്ങക്ക, വെരി ടേസ്റ്റി. അമ്മ രാവിലെ ഉലർത്തിയായിരുന്നു ചക്കക്കുരു ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഈ നാരി പോലെയുള്ള സംഗതികൾ മൊത്തം മാറ്റണോട്ടോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കടിക്കും. അതിൻ്റെ തൊണ്ടാണ്, കൊള്ളൂല. മൊത്തം നീക്കിക്കൊള്ളണം ക്ലീൻ ചെയ്തതേ. അപ്പം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നേ. അത്രയേ ഉള്ളൂ, നോക്കത്തുള്ളൂ. ഞാനൊരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചെന്നുള്ളൂ. ഞാനിത് കഴുകിക്കൊണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ആദ്യം വേവിക്കണം. ഇതിന് വേവ് കൂടുതലുള്ളതാണ്. പിന്നെ പറയട്ടെ, മുരിങ്ങക്ക ഒരു 3 കേട്ടോ ഇതുള്ളൂ, മീഡിയം സൈസ്. പിന്നെ മുരിങ്ങക്കായുടെ ഒപ്പം വേവിക്കാനുള്ള ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് സവോള ഉള്ളി, ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്വല്പം വേപ്പില അടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് വേവിക്കാനുള്ളതാണ്. പിന്നെ ഞാൻ അരച്ചു വെച്ച എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ കറണ്ട് പോകും ഇടയ്ക്ക്. അപ്പം പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ നേരത്ത് കറണ്ട് ഇല്ലെങ്കിൽ വിഷയമാവൂലോ എന്ന് ഓർത്ത് തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങയിൽ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പോർഷൻ, ഒരു മുറി അരക്കാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾ, ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഞാനൊരു സ്വല്പം മുളക് ചേർത്തിട്ടുള്ള, പച്ചമുളകിന് എരിവുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾ, സ്വല്പം മുളക് പൊടി, പിന്നെ ചുമന്നുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ദളം ചുമന്നുള്ളി, ഒരു 1-2 ദളം വെളുത്തുള്ളി, കുഞ്ഞു വെളുത്തുള്ളി, അത്രയും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കണം. ചെമ്മീനും മാങ്ങയൊക്കെ വെക്കും പോലെ അരക്കണം കേട്ടോ. വെള്ളം ചേർക്കണ്ടേ? അല്ല, വെള്ളം ഒഴിച്ചാണല്ലോ അരയ്ക്കാൻ പറ്റുള്ളൂ. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ മിക്സി അല്ലേ അരക്കൽ മുഴുവനും അരച്ച് റെഡിയാക്കി വെച്ചതാട്ടോ. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളു. പിന്നെ ഉപ്പ. എന്നാ ഞാൻ മുരിങ്ങക്ക കഴുകിക്കൊണ്ട് വരട്ടെ. ഇനി നമ്മൾ മുരിങ്ങക്ക കലത്തിലേക്ക് ഇട്ട് വേവിക്കാൻ നോക്കിയാലോ? പിന്നെന്താ, ആദ്യം മുരിങ്ങക്ക വേവിക്കണം.
സ്വല്പം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്തോരം ഒഴിക്കണ്ടേ? സ്വല്പം നകക്ക. പിന്നെ അതിന് പാകത്തിന് ഉപ്പ ഗ്യാസ് ഓൺ ചെയ്യാം. പൊടിക്ക് മഞ്ഞപ്പൊടി, പൊടിക്ക് മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. എരിവിനനുസരിച്ച്. അതെ, എരിവിനനുസരിച്ച്. ഇനി ഇത് മുക്കാലും വെന്ത് കഴിഞ്ഞിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്താണ്. ഇനി നമുക്ക് മുരിങ്ങക്കായ് വെന്തോന്ന് നോക്കാം. തുറക്കട്ടെ? തുറന്നോ. നല്ല സൂപ്പറായിട്ട് വെന്തു. അതിന്റെ വേവിന്റെ പാകം എങ്ങനെയാണെന്നറിയാമോ? അതെ, ജസ്റ്റ് പ്രേക്ഷകരോടൊന്ന് പറയാം. ഇങ്ങനെ ഇത് കണ്ട നല്ല സോഫ്റ്റ് ആവും. ഇത് നാടൻ മുരിങ്ങക്കായ ആയതുകൊണ്ട് ആട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണതേ. നല്ല പഞ്ഞി പോലെ വരും. അപ്പൊ കടിച്ചു വരുമ്പോ നല്ല ചൂടാതാ. കൈ മാറ്റ്. അതെങ്ങനെയാന്ന് നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയായിട്ട് കിടക്കണം, ഇങ്ങനെ വിട്ടുപോരും. അപ്പൊ അത് കാമ്പാട്ടോ. അത് നാടനായതുകൊണ്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ട് പാകം മൂപ്പും ആയതുകൊണ്ട് ഇനി നമ്മളിത് വെച്ചോണ്ടിരിക്കാതെ മറ്റ് സംഗതികൾ അതിലേക്ക് ചേർക്കണം. ടൊമാറ്റോ, ഓണിയൻ, പച്ചമുളക്, വേപ്പില ഇത്രയും ചേർക്കുവാട്ടോ. അതെ, പിന്നെ വേപ്പില ഇടന്ന് നമുക്കൊന്ന് ഇളക്കി വിടാം കേട്ടോ. ഇതിനധികം വേവില്ല. അതാ, മറ്റേത് മുക്കാലും വേവാകുമ്പോഴേ ഇത് ചേർക്കണ്ട കേട്ടോ. ഇനി അത് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്താൽ മതി. അത് വെള്ളം ഇതായി വറ്റി കഴിയുമ്പോൾ അതിന്റെ വേവായിരിക്കും. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. മുടി വെക്കട്ടെ? ഉപ്പ് അമ്മ ഇട്ടിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്തിട്ട് ഇനി ഉപ്പ് നോക്കിയാൽ മതി. മുടി വെക്കുക കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ വെള്ളം വറ്റാറായതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇത്രയും നേരം ഫുൾ ഫ്ലെയിമിൽ കിടന്നാൽ പോലും വെന്ത. ഇനി ലോയിൽ മതി കേട്ടോ. മതി. ഇനി നമുക്ക് മൊത്തം വെന്തിട്ടുണ്ടാവുന്നു നോക്കിക്കളയാം. നന്നായിട്ട് വെന്തു. ഇത് കൂടുതൽ വേവണ്ട. ടൊമാറ്റോ ഓണിയനും വേവ് അതേ ഇല്ലല്ലോ. ഇനി നമുക്ക് ദേ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. സ്വല്പം വെള്ളം അതിലുള്ളൂ. നമുക്ക് മിക്സി കഴുകിയ വെള്ളം ഏറെ ഉണ്ട്, അതും ചേർക്കണം കേട്ടോ. ചാറിന് ധാരാളം വെള്ളം ചേർക്കണം. കുറെ ഒഴിക്കണം. ചാറിന് ആവശ്യത്തിനുള്ളത് നമ്മൾ ഒഴിച്ചേ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ഈ അരപ്പ് വെള്ളം ഒഴിക്കാം. ദേ കണ്ടോ? ഇനി നമുക്ക് സാധാ വെള്ളം ചേർക്കാം. വെള്ളം പോരാല്ലേ? അതൊന്നും പോരാ. ചാറ് വേണ്ടേ? ചാറുകറിക്ക് ചാറല്ലേ എല്ലാവർക്കും ഒഴിക്കാൻ വേണ്ട. ഇതിപ്പോ ചൂടുവെള്ളം അല്ലല്ല, സാധാ നോർമൽ വാട്ടർ. നമ്മള് ഇങ്ങനെ ചാറുകറി, തേങ്ങാരപ്പ് കറിക്ക് ചൂടുവെള്ളം ചേർക്കാറില്ല. ചൂടെ ചേർക്കണം. കുറുകോ ഇരുന്ന ഇനി ഇതൊരു തിള പോലെ പതുക്കെ വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് വറക്കാം. ശരി, ഒഴിക്കാം. ഉപ്പ് നോക്കിയില്ല, ഉപ്പ് നോക്കണം. മതിയാവും. ഏതാണ്ട് ഇളക്കി നോക്കട്ടെ. നമ്മുടെ ചെമ്മീനി മാങ്ങയൊക്കെ വെക്കണ പോലെ അതുപോലെ തന്നെ അരപ്പൊക്കെ അതുപോലെ തന്നെ സെയിം. ചെമ്മീനി മാങ്ങയ്ക്കാകുമ്പോ മാങ്ങയും ചെമ്മീനും ആകുമ്പോൾ പുളി ഉണ്ടാവും. ഇതിന് ടൊമാറ്റോയുടെ ചെറിയൊരു പുളി ഉണ്ടാവും. പക്ഷെ നല്ല കറിയായത്. നാടൻ കോല ആയതുകൊണ്ട് വളരെ നല്ലതാണ് മുരിങ്ങക്കോല. ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇച്ചിരി ഉപ്പ് ഇടട്ടെ കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇനി മതിയാവും. നോക്കാം, പറയാം. ചെറിയ തിക വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ബർണറിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ അതിലിരുന്ന് ഇങ്ങനെ തികച്ച് ചിലപ്പോൾ പിരിഞ്ഞു പോകും. തേങ്ങാരപ്പ് കറിയല്ലേ, അതുകൊണ്ടാണ്. ഫ്ലെയിം ഫുള്ളിലാ തികന്ന് വരാൻ വേണ്ടി. ഇപ്പോൾ ഉപ്പ് മതി, കറക്റ്റാ. കാണിച്ചു തരാം ഏത് ഭാഗത്ത് നമ്മൾ ഓഫ് ചെയ്യണ്ടെന്നുള്ളത്. പതുക്കെ തിക വരാറായിട്ടുണ്ട് കേട്ടോ. തിക വരാറായിട്ടുണ്ട്. ഒത്തിരി തിളക്കരുത് കിടന്ന്, അപ്പം പിരിയും ചിലപ്പോൾ തേങ്ങാരപ്പായതുകൊണ്ട്. അമ്മ പറയാം ഏത് പാകത്തിനാണ്. ഇച്ചിരൂടെ ആയിക്കോട്ടെ. നമുക്ക് അരികിലൊക്കെ പതുക്കെ തിക വന്നു. അമ്മ ഓഫ് ചെയ്യുക കേട്ടോ.
അതിനാന്നോ കൂടുതൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തേങ്ങയരപ്പായതുകൊണ്ട് ശരിയാവൂല. ഈ അരികിൽ ഇങ്ങനെ പതുക്കെ പൊങ്ങി വരും പതുക്കെ. മറ്റേ ചെമ്മീൻ മാങ്ങയുടെ ഒക്കെ പോലെ തന്നെ. നീ ബർണറിന്ന് മാറ്റിക്കോട്ടെ. മാറ്റാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി കടുക് വറക്കാൻ അരിഞ്ഞെടുക്കണം. മുടി വെച്ചോ. ഇനി നമ്മള് കറിക്ക് കടുക് വറക്കാൻ പോവാം. അതിന് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പോയി കേട്ടോ അതിലേക്ക്. കുഴപ്പമില്ല, അത് കോമൺ അല്ലേ. കടുക് പൊട്ടിക്കഴിയുമ്പോ നമുക്ക് വേപ്പില് ഉള്ളിയും കൂടെ ഇടണം. പിന്നെ എന്നാ ലാസ്റ്റ് ഇടണേ? പിന്നെ മടുത്തു. ഞാനും മടുത്തു. അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ കേൾക്കണവർക്ക് അത് കൊറേ കേട്ട് അത് മറക്കൂല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. നിങ്ങൾക്കൊക്കെ അവിടെ മഴയെല്ലാം പെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടാ. അതെ. പ്രേക്ഷകരുടെ അവിടെയൊക്കെ മഴയുണ്ടോന്ന് ആർക്കറിയാം അല്ലേ. ഇത് വളരെ പഴമയുള്ളൊരു കറിയാട്ടോ മുരിങ്ങാക്കോല്. നാടൻ മുരിങ്ങാക്കോല് തേങ്ങ അരച്ച് വെപ്പ്. പച്ചത്തേങ്ങ അരച്ച് ടൊമാറ്റോ ഉള്ളിയൊക്കെ ചേർത്തുള്ള കറി. ഒഴിച്ച് കറി. പൊട്ടിയില്ല ഇതുവരെ. പൊട്ടിയില്ല. തന്നെ അത്ര താമസല്ലേ. ഒരു 2 തരി ഉലുവ കറി ഇട്ടേക്കാട്ടോ. പൊട്ടി വരുമ്പോഴാണോ അത് ഇടുന്നത്? ഉലുവയ്ക്ക് അധികം ഇതില്ല, കടുക പൊട്ടാൻ താമസം. ഈ ഉള്ളിട്ടോ. അതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അതൊക്കെ അവനവന്റെ ടേസ്റ്റിനും ഓരോരുത്തർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അല്ലേ അതനുസരിച്ച്. നമുക്ക് കുഞ്ഞു കയ്യിലും കൊണ്ട് കടുക് വേണം. ഇങ്ങനെ കുഴപ്പമെന്ന് വെച്ചാൽ വലിയ കയ്യിലേക്ക് കൊള്ളൂല, കിളക്കാൻ പറ്റില്ല. മൊമ്മ മണി പ്ലാന്റ് ഒക്കെ മാറ്റിയല്ലോ. മണി പ്ലാന്റ് മാറ്റി കോർണറിലിരുന്ന ഇങ്ങോട്ട് കയറ്റി വെച്ചതാ. ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. മറ്റേത് മറ്റേ കോറിഡോറിലേക്ക് വെച്ചു. അവിടെ വർക്ക് ഏരിയയിലെ വെന്റിലേഷന്റെ അവിടെ എപ്പോഴും ഒരുപോലെ ഇരുന്ന ഒരു രസമില്ല. ഒരു ചേഞ്ച്. വെള്ളമൊക്കെ ഒഴിച്ചിട്ടാ വെച്ചേക്കണേ. കുപ്പിയിലടിയിൽ വെള്ളം മീതെ കണ്ടോണ്ട് കൂടിയത്. പാചകം ചെയ്യുമ്പോ ഇച്ചിരി വെള്ളം ഒക്കെ ഇരിക്കാം. പിന്നെ അതിന്റെ ഇല രാവിലെ എല്ലാ ദിവസവും ഒന്ന് പുറത്തെ ടാപ്പിന്റെ ഇവിടെ കാണിച്ച് നനച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഫ്രഷ് ആയിട്ടിരിക്കും. അതൊരു ടിപ്പാണ്. അകത്ത് വെക്കുന്ന പ്ലാന്റുകളുടെ ഒക്കെ അങ്ങനെ വെച്ചാൽ നമ്മൾ വേറെ നന അതിന് കൊടുക്കണില്ലല്ലോ, അടിയിൽ വെള്ളത്തിലല്ലേ ഇരിക്കണം. ഇച്ചിരി തുണിയില് വെള്ളം മുക്കി തുടച്ചാലും മതി. അതിലും നല്ലത് എങ്ങനെയാണോ ഇങ്ങനെ തളിച്ചു കൊടുക്കണതാ, അവർക്കൊരു ഉണർവാ. അതെ, തുണിയിൽ വെള്ളം മുക്കി തുടച്ചാലും നല്ലതാ. പക്ഷെ അത് എത്ര നേരം കൊണ്ടാ? അതെ, അതൊക്കെ എനിക്ക് മടിയാ. ഞാൻ ഇച്ചിരി അങ്ങ് തളിക്കും, അതൊക്കെ എളുപ്പമായി. തെൽമുളക് ഇടാൻ ഒന്നോടൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് വറ്റൽമുളക് ഇടുവാട്ടാം. ഉള്ളി മൂത്തും കരിഞ്ഞു പോകരുതല്ലോ ഉള്ളി. നമുക്ക് ഓഫ് ചെയ്താലോ? ഓഫ് ചെയ്യാം. എന്നിട്ട് ചട്ടയിലേക്ക് മറിക്കാം അല്ലേ? ഓഫ് ചെയ്യുവാട്ടാ. മൂത്തും അതാ ഒത്തിരി മൂത്ത കരിയോ വന്നോളൂ. ഇതിങ്ങനെ മാറ്റാം. എന്നിട്ട് ചേർക്കും. അത് ചേർത്തോ? അങ്ങനെ കൊതിയൂറും മുരിങ്ങക്ക തേങ്ങയരപ്പ് കറി റെഡി ആയിരിക്കും. ഇനി ചോറ് വിളമ്പുക, ചാറുകറി ഒഴിക്കുക. ഈ ചാറുകറിക്ക് ഓരോ വെറൈറ്റി വേണമെന്നുള്ളവർക്ക് ഓരോന്നോരോന്ന് പരീക്ഷിക്കാവുന്ന കറിയാണ് ഇടയ്ക്കിടയ്ക്ക്. ഈ സീസണിലാകുമ്പോൾ നല്ല നാടൻ മുരിങ്ങക്കോല് കിട്ടുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ.